നൽകിക്കൊണ്ട് എപ്പോഴും നമ്മെ നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഉറക്കിൽ പോലും നമ്മുടെ ശ്വാസം തടസ്സപ്പെടുത്താതെ നാം ഇറങ്ങുകയാണ്, അവനിറങ്ങുന്നില്ല. നാം അശ്രദ്ധയിലാണ്, അവൻ അശ്രദ്ധയിലല്ല. കർണനാടി ഞരമ്പിനേക്കാൾ അടുത്ത് നമ്മോടൊപ്പം നിന്നുകൊണ്ട് നമ്മെ ഒരു ഉമ്മ പോറ്റുന്നതിനേക്കാൾ 70 ഇരട്ടി സ്നേഹത്തോടെ നമ്മെ പോറ്റി വളർത്തുന്ന അല്ലാഹനെ സ്നേഹിക്കാനുള്ള ഒരു പാഠം നമുക്കാരെങ്കിലും പഠിപ്പിച്ചു തന്നോ? എവിടെന്നെങ്കിലും കേൾക്കാൻ സാധിച്ച ബഹുമാനികളെ? പണ്ഡിതനാണ്, പഠനമാണ്, മതമാണ്, അതിന്റെ പേരിൽ എന്തുമാവാം, എന്ത് തെറിയുമാവാം, എന്ത് ഏഷണിയുമാവാം, എന്ത് ഈപത്തുമാവാം, അതിനൊന്നും കുഴപ്പമില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഈ രാജാതിരാജനായ റബ്ബിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നോ? ചിന്തിക്കുക. ഇതിന്റെ കുറവാണ് നമ്മുടെ ജീവിതത്തിലെ അഖില പരാജയങ്ങൾക്കും കാരണം. ഈ ഒരൊറ്റ വിഷയമാണ്. നമ്മോടൊപ്പമുള്ള, നമ്മെ സ്നേഹിക്കുന്ന, 71 സ്നേഹമുള്ള നമ്മുടെ അല്ലാഹനെ നമുക്കാരും പരിചയപ്പെടുത്തി തന്നില്ല. ഈ 21ാം നൂറ്റാണ്ടിലെ പണ്ഡിത പ്രബോധന ദീനീ മേഖല മുഴുവൻ ഒന്നിച്ചു പറയുന്നത് അല്ലാഹനെ കുറിച്ച് മിണ്ടാൻ പാടില്ല, അല്ലാഹനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ലൈസക മിസ്ലിഹി ശൈഉൻ, അവനെ പോലെ ഒന്നുമില്ല, അവനെ ഉപമിക്കാൻ പാടില്ല, അവനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, അവനെക്കുറിച്ച് പഠിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ നമസ്കരിച്ചോളൂ, നോമ്പ് നോറ്റോളൂ. അല്ലാഹനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്ന, അല്ലാഹനെ കുറിച്ച് വല്ലതും പറഞ്ഞു കൊടുക്കുന്ന ആ തരീഖത്ത് പിഴച്ചതാണ്, അതന്നെയാണ് അതിന്റെ പിഴവ് എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ആ പിഴവിനെ പരിഗണിക്കാതിരിക്കുക, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകുക. ബഹുമാനികളെ, പരിചയമില്ലാത്തൊരു വാക്കിനെ എങ്ങനെ സ്നേഹിക്കും? എങ്ങനെ സ്നേഹിക്കും? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ ആരാണ്? വേഷധാരികളല്ല, സനത് വാങ്ങിയവരല്ല, ടൈറ്റിൽ നേടിയവരല്ല, ദീനിന്റെ പുറം ചട്ടണിഞ്ഞുകൊണ്ട് ദീനിൽ ഫസാദ് ഉണ്ടാക്കുന്നവരല്ല, സമൂഹത്തിൽ ഫസാദ് ഉണ്ടാക്കുന്നവരല്ല, കൊച്ചു ഗ്രാമാന്തരങ്ങളിൽ ഫിത്ന ഉണ്ടാക്കുന്നവരല്ല, വീടുകളിൽ ഛിദ്രത ഉണ്ടാക്കുന്നവരല്ല. മറിച്ചാരാണ് മുഅ്മിനീങ്ങൾ? വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവോട് കഠിനമായ സ്നേഹം, കഠിനമായ സ്നേഹം. അശദ് എന്ന് പറഞ്ഞാൽ തഫ്ലീലാണ് ബഹുമാനികൾ. അതിന്റെ വസന് ഷദീദ് എന്ന് പറഞ്ഞാൽ തന്നെ കഠിനം, അശദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠിനം. അതായത് അല്ലാഹുവിനേക്കാൾ സ്നേഹം മറ്റൊരു വാക്കിനോട് ആവില്ല. അവനാണ് മുഅ്മിൻ. ഖുർആനാണ് പറയുന്നത്. എന്റെ ബഹുമാനികളെ, നമുക്ക് സ്നേഹമുണ്ട്, നമ്മുടെ സ്നേഹം പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഭാര്യയെ സ്നേഹമുണ്ട്, കുട്ടികളെ സ്നേഹമുണ്ട്, സമ്പത്തിനെ സ്നേഹമുണ്ട്, വീടിന് സ്നേഹമുണ്ട്, മറ്റു കാര്യങ്ങളെ നമുക്ക് സ്നേഹമുണ്ട്. നമുക്ക് സ്നേഹമില്ലെങ്കിൽ, നമുക്ക് പരിചയമില്ലെങ്കിൽ, ഒരു വികാരവും പ്രതിഫലിക്കാത്തൊരു വാക്കുണ്ടെങ്കിൽ അത് കേവലം അല്ലാഹ് എന്ന പേരല്ലാതെ മറ്റെന്താണെന്നും ചിന്തിച്ചു നോക്കൂ ബഹുമാനികളെ. പേടി വരുന്നുണ്ടോ? സ്നേഹം വരുന്നുണ്ടോ? ഒരു വികാരവും വരാത്ത ഈ ഒരു പേര് കൊണ്ട് എന്ത് പ്രയോജനമാണ് ബഹുമാനികളെ കിട്ടുക? അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന, എന്റെ മുഅ്മിനീങ്ങൾ ആരാണെന്നറിയുമോ നിങ്ങൾ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹ് എന്ന് അവരുടെ മുന്നിൽ പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് വികാരം ഉൾക്കൊള്ളും, അവരുടെ ഹൃദയങ്ങൾ അതിന് പാകമാകും. ഇതിനർത്ഥം തന്നെ വെക്കൽ പേടിച്ച് വിറക്കുന്നതാണ്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ പേടിച്ച് വിറക്കേണ്ട ഒരു വാക്കല്ല. വജിലത്ത് എന്ന് പറഞ്ഞാൽ കൽബിനൊരു വികാരം, എന്തുമില്ലാത്തൊരു തുടിപ്പ്, എന്തുമില്ലാത്തൊരു പരിപ്പ്, അല്ലെങ്കിൽ എന്തുമില്ലാത്തൊരു ഉണർവ് ഇതുണ്ടാകുമെന്ന് ഖുർആൻ പറയുമെങ്കിൽ ആയിരക്കണക്കിന് പ്രാവശ്യം അല്ലാഹ് അല്ലാഹ് എന്ന് നമ്മുടെ മുന്നിൽ പറയപ്പെട്ടാലും ഓരോ വക്തിലും നമ്മുടെ പ്രിയപ്പെട്ട മുഅദ്ദിൻ പള്ളിയിൽ വെച്ചുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പല പ്രാവശ്യം ദിനേന ഉച്ചരിച്ചിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടിവിയുടെ സ്വിച്ച് ഓഫാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ദീനാണ് ബഹുമാനികളെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്? എന്ത് ദീനാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? തിരിച്ചറിയുക, നമ്മുടെ നാഥനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക. ആര് പഠിപ്പിച്ചു വരുന്നു അവരുടെ അടുത്ത് പോവുക, കാര്യങ്ങൾ നേടിയെടുക്കുക. അതിന് തരീഖത്തെന്നോ സമസ്തയെന്നോ സുന്നിയെന്നോ ഈ ഒരു ആദർശത്തിന്റെ പേര് നിങ്ങൾ സ്വീകരിക്കേണ്ട. എന്റെ റബ്ബ്, എനിക്ക് ജീവൻ നൽകിയ റബ്ബ്, എന്നെ പോറ്റുന്ന റബ്ബ്, എന്നെ കബറിൽ സംരക്ഷിക്കേണ്ട റബ്ബ്, നാളെ ഹശറിൽ എന്നെ സംരക്ഷിക്കേണ്ട റബ്ബ്. ആരും പിരിഞ്ഞാലും, ഏത് വാപ്പ പിരിഞ്ഞാലും, ഉമ്മ പിരിഞ്ഞാലും, പണ്ഡിതൻ പിരിഞ്ഞാലും, സംഘടന പിരിഞ്ഞാലും എന്നെ പിരിയാത്ത എന്റെ ജീവനേക്കാൾ അടുത്ത് എന്നോടൊപ്പമുള്ള എന്റെ റബ്ബിനെ എനിക്ക് പരിചയപ്പെടണം, എന്റെ റബ്ബിനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയണം. അതിന്റെ പാഠങ്ങളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെ നൽകുന്നത്. അല്ലാഹുവിന്റെ ഔലിയാക്കള് ജനങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നത് കർമ്മശാസ്ത്ര പഠനം കൊണ്ടല്ല,
പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കർമ്മശാസ്ത്ര പഠനങ്ങളുടെ ഫാലഫാലയുടെ സർഫ് കൊണ്ട്, നഹവ് കൊണ്ട്, മന്തിക കൊണ്ട്, ഫൽസഫ കൊണ്ടല്ല ജനങ്ങൾ അല്ലാഹുവിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയുമോ, ഇന്ത്യയുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന സുൽത്താനുൽ ഹിന്ദ് ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങള് 92 ലക്ഷം ജനങ്ങളെ ഇസ്ലാമിന്റെ സൽപാണ്ടാവിലേക്ക് കൊണ്ടുവന്നത്. അന്ന് ഇവിടെ ഇന്ത്യ ഭരിച്ചിരുന്ന രജപുത്ര രാജാക്കന്മാര് മുസ്ലിം എന്ന് കേട്ടാൽ മുസ്ലിമിന്റെ രക്തം ചിന്തിക്കൊണ്ട് അവന്റെ മാംസത്തിൽ നിന്ന് നെയ്യെടുത്തുകൊണ്ട് നിവേദ്യം നടത്തിയിരുന്ന, പൂജ നടത്തിയിരുന്ന രാജാക്കന്മാരുള്ള കാലത്ത് 92 ലക്ഷം ജനങ്ങളെ ഇസ്ലാമിന്റെ സൽപാണ്ടാവിലേക്ക് കൊണ്ടുവന്നത് നിസ്കാരത്തിന്റെ മഹിമ പറഞ്ഞു കൊടുത്തത് കൊണ്ടല്ല. നമസ്കാരത്തെ ചെറുതായി കാണുകയാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ മറുവശം ചിന്തിക്കരുത്. അത് ചിന്തിക്കുന്നവരുണ്ട്, അത് പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ഇത് വേദി വെച്ചുകൊണ്ട് അതായിരിക്കും സംസാരിക്കുന്നത്. എനിക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്കത് പ്രശ്നമല്ല. ഏത് പ്രസംഗം കേട്ടാലും അതിനോട് വെറുപ്പുണ്ടെങ്കിൽ, അതിനോട് മറ്റെന്തെങ്കിലും തരത്തിൽ വെറുപ്പുണ്ടെങ്കിൽ അയാളുടെ പ്രസംഗത്തിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിക്കൊണ്ട് തിരിച്ചു പറയാൻ ഒരു പ്രയാസമില്ല. നിങ്ങൾ ഈ ഈച്ചയെ കണ്ടിട്ടില്ലേ? ഒരു ശരീരത്തിൽ ഒരുപാട് സ്ഥലത്ത് നല്ല ഭാഗങ്ങളുണ്ടെങ്കിലും എവിടെങ്കിലും ഒരു ചെറിയ വ്രണമുണ്ടെങ്കിൽ അത് കുത്തിത്തുളക്കുന്ന ഈച്ചയുടെ സ്വഭാവം അതുള്ളവരുണ്ടാകും. എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ബഹുമാനികളെ ചിന്തിക്കുക, നാം അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ആരെങ്കിലും പരിചയപ്പെടുത്തി തരുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സമ്പാദ്യമാണ്. അല്ലാഹുവിനെ പരിചയപ്പെടാതെ സ്നേഹിക്കാൻ കഴിയില്ല. അല്ലാഹുവിനെ പരിചയപ്പെടാതെ നമ്മുടെ മുന്നിൽ ഈ തെറ്റിൽ നിന്ന് ദൂരത്താകാൻ നമുക്ക് സാധ്യമല്ല. നിങ്ങൾക്കറിയുമോ പ്രവാചക ചരിത്രം, പ്രവാചക പ്രബോധനം എന്തോ പള്ളികളിത് പറഞ്ഞു തരാത്തത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടിയിട്ട് 51 വയസ്സ് വരെ, നിങ്ങൾക്കറിയുമോ, ഞാൻ ഈ പറയുന്നത് കളവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നാളെ അത് സ്റ്റേജ് കെട്ടി പറയണം. 51 വയസ്സ് വരെ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം ദീനിൽ നിർബന്ധമാക്കിയിട്ടുണ്ടോ? എന്താ ഇത് പഠിപ്പിച്ചു തരാത്തത്? നബി ആകെ 23 കൊല്ലമാണ് പ്രബോധനം നടത്തിയത്. 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടി 63 വയസ്സ് വരെയാണ് മുത്ത് പ്രവാചകർ ജീവിച്ചത്. 51 വയസ്സ് വരെ നമസ്കാരം ദീനിലില്ല. ഇതെന്താ നമ്മൾ ശ്രദ്ധിക്കാത്തത്? 51 വയസ്സ് കഴിഞ്ഞ് ഒരു റജബ് മാസത്തിലെ 27-ാം രാവിലെ ഇസ്രാ മേറാജ് എന്ന പ്രതിഭാസമുണ്ടായപ്പോ ആ മേറാജിന്റെ രാത്രിയിൽ അല്ലാഹു സമ്മാനം നൽകിയതാണ് 50 വക്ത് നമസ്കാരമെന്നും മൂസ നബി അലൈഹിസ്സലാം ഇടപെട്ടുകൊണ്ട് അത് ചുരുക്കി അഞ്ചാക്കിയതാണെന്നും പിറ്റേന്ന് മുതൽ നമസ്കാരം ദീനിൽ നിർബന്ധമാക്കപ്പെട്ടു എന്നും അറിയാതെ മീലാദുൻ നബിയുടെ യോഗങ്ങളിൽ പ്രസംഗിച്ചു തീർക്കുന്നുണ്ടെങ്കിൽ എന്തേ ചിന്തിക്കാത്തത്? 51 വയസ്സ് വരെ പ്രവാചകരും സഹാബാക്കളും എന്തു ചെയ്തു? ഇത് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയുകയാണെങ്കിൽ, മറ്റൊരു കാപട്യവുമില്ലാതെ, മറ്റൊരു സ്വാർത്ഥതയുമില്ലാതെ തന്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദീനിനെ ചൂഷണം ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ നിഷ്കളങ്കമായി ചിന്തിക്കുക. 11 വയസ്സ് 11 കൊല്ലത്തോളം നബി നമസ്കരിക്കാൻ കൽപ്പിച്ചില്ല. നബിയുടെ പ്രിയപത്നിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു വക്ത് പോലും നമസ്കരിച്ചില്ല. നിങ്ങൾക്കറിയുമോ? ഞാനില്ലാത്തത് അറിയല്ല. ചരിത്രമെടുത്തു നോക്കൂ. എന്റെ കടൽ എന്റെ കഷ്ണമാണെന്ന് പ്രവാചകർ സൂചിപ്പിച്ച ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നമസ്കാരം ദീനിൽ നിർബന്ധമാക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. മഹാനായ യാസിർ റളിയല്ലാഹു അൻഹു ഒരു വക്ത് പോലും നമസ്കരിച്ചിട്ടില്ല. എത്ര സഹാബാക്കള് അന്ന് ജീവിതം പൊലിഞ്ഞുപോയി. അസ്ഹാബി കല്ലുജൂൻ, എന്റെ സഹാബാക്കള് നക്ഷത്ര തുല്യരാണ്. ഫബി അയ്യിഹിം, അവരിൽ ആരെയും ഇഖ്തദൈതും, ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം സിദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ 51 വയസ്സിന്റെ മുമ്പുള്ള കാലം, നമസ്കാരം നിർബന്ധമാക്കുന്നതിന്റെ മുമ്പുള്ള കാലത്ത് സഹാബാക്കളെ വേറിട്ട് നബി പറഞ്ഞില്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പാഠങ്ങളുണ്ട്. അവരിൽ നിന്നും വിജയിക്കാനുള്ള പാഠങ്ങളുണ്ട്. മറ്റൊന്നുമല്ല, ഈമാനാണത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ആദർശങ്ങളാണ്. പിന്നീടാണ് കർമ്മങ്ങൾ ദീനിൽ വരുന്നത്. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ആദ്യം നിർബന്ധമാക്കപ്പെട്ടതും നമസ്കാരമാണെന്ന് പഠിച്ചവർക്കറിയാം. കൊച്ചുകുട്ടികളുടെ പുസ്തകങ്ങളിലുണ്ട്. നോമ്പ് പിന്നെ വന്നതാണ്, സക്കാത്ത് പിന്നെ വന്നതാണ്, ഹജ്ജ് പിന്നെ വന്നതാണ്. കർമ്മങ്ങളുടെ പട്ടിക 51 വയസ്സിന് ശേഷമാണ് വന്നതെങ്കിൽ ഈ 11 കൊല്ലം നബിയും സഹാബാക്കളും വെറുതെ ഇരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖദീജ ബീവി റളിയല്ലാഹു അൻഹു, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ യുവാക്കളിൽ നിന്നും സ്ത്രീകളിൽ നിന്നും കുട്ടികളിൽ നിന്നും അല്പാൽപമായി ആളുകൾ ദീനിലേക്ക് വന്നപ്പോ ആ ദാറുൽ അർഖമിൽ വെച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ ഫർള് പഠിപ്പിച്ചു തുടങ്ങുകയല്ല ചെയ്തത്. അതിന് സമയം വേണ്ട. ഈ 11 കൊല്ലം അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല.
മറിച്ച് മക്കിയായ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അതുപോലെ നബിയുടെ ആദ്യകാല ഹദീസുകൾ പരിശോധിച്ചു നോക്കൂ. വെറും ഈമാനിനെ കുറിച്ചാണ് നബി പഠിപ്പിച്ചെടുക്കുന്നത്, അല്ലാഹുവിനെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അവരുടെ ജീവന്റെ ജീവനായി അല്ലാഹുവിനെ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ പരിചയപ്പെടുത്തി കൊടുത്തപ്പോഴാണ് ആ സ്നേഹിക്കപ്പെടുന്ന